ഹായ് നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബാബ മന്ദിറിലേക്ക് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ആർമി ഒരു ജവാന് വേണ്ടി നിർമ്മിച്ചൊരു ടെമ്പിൾ ഉണ്ട് ഇവിടെ. നമ്മുടെ നാദുല പാസ് കഴിഞ്ഞിട്ട് സുലൂക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ 2 ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിൾസിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്ത് രസമാണ് നോക്കി ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ. ഒരു ചെറിയ ലേക്ക് കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി കേട്ടോ. എൻ്റെ സൈഡിലേ വേണം നമുക്ക് ഇറങ്ങി പോകാൻ. ഇനി അങ്ങോട്ട് പൊളി. ഈ റൂട്ടാണ് സുലൂക്കിൽ പോകുന്നത്. സുലൂക്കിൽ ഇതിലും നല്ല ഹെയർ പിൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കാണാനുണ്ട്. ഫയറിങ്ങിൻ്റെ ഒച്ചയൊക്കെ കേട്ടാക്ക പട്ട മിലിറ്ററിക്കാരെ പൊട്ടിച്ച് കളിക്കുന്നുണ്ട്. പോകുന്ന വഴിയെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി. അപ്പം ഇനി നമുക്ക് സുലൂക്ക് സൈഡിലേക്കാണ് പോകേണ്ടത്. സുലൂക്ക് 43 കിലോമീറ്റർ കേട്ടാ. പിന്നെ അവിടുന്ന് നമുക്ക് നോക്കാം എങ്ങനെ പോകണമെന്നില്ല. റാങ്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. റാങ്പാൽ നമ്മൾ പോയതാണ്. അപ്പോൾ എന്തായാലും മുന്നോട്ട് നീങ്ങാം. സെറ്റ്. ഇത് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടൊരു വാർ മെമ്മോറിയൽ കേട്ടോ. അപ്പോൾ വാർ മെമ്മോറിയൽ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പഴയതല്ലേ, വർക്ക് ചെയ്യാത്ത സാധനങ്ങൾ. ഒരുപാട് ജവാന്മാരുടെ പേരിൽ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു വാർ മെമ്മോറിയൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ പേര് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് വാർ മെമ്മോറിയൽ കണ്ടിട്ടുണ്ട്. ഒരു വല്ലാത്ത ഫീലിംഗ് കേട്ടോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇവനോട് പറയായിരുന്നു വന്നിട്ട് ഒരവസരം കിട്ടുമെങ്കിൽ അത് ആർമിയിൽ ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സത്യം പറയല. ചെറുപ്പത്തിൽ വലിയ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ പോകാറുണ്ടെന്ന്. ഗഞ്ചുലാമ വാർ മെമ്മോറിയൽ കേട്ടോ ഇതിൻ്റെ പേര്. ഇതൊരു സിക്കിമിലുള്ള ഒരു ജവാനായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടി നിർമ്മിച്ചൊരു ഇതാണ് കേട്ടോ, വാർ മെമ്മോറിയലാണിത്. അപ്പോൾ അത് അവിടെ ഇപ്പോഴത്തെ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടുന്ന് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, അലൗഡല്ല. പോകുന്ന വഴിയിൽ നമുക്ക് ഹയസ്റ്റ് ബോട്ടിങ് ഇൻ ഏഷ്യ കാണാൻ പറ്റും. അതുപോലെ ഒരു കിടിലൻ സാധനം ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ കാലിനെന്തോ പറ്റിയിട്ടുണ്ട് പാവം, എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഹർഭജൻ സിംഗിൻ്റെ മന്ദിർ കാണാനുള്ള പോക്കാണ്. പോകുന്ന വഴിയൊക്കെ എന്തൊരു ഭംഗിയാണോ. ഇതിപ്പോൾ കുറേ കാലം കൂടിയിട്ട് നമ്മൾ നല്ലൊരു ലൊക്കേഷൻ എത്തിയിട്ടില്ല കേട്ടോ. എന്ത് രസമാണെന്ന് പറയാം കാണാൻ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഈ വഴിയാണ് നമുക്കിങ്ങനെ കയറി പോകേണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഹർഭജൻ സിംഗ് മന്ദിറിൽ എത്തിയിട്ടോ. ഇതൊരു പുതിയ മന്ദിരമാണ്. 2 മന്ദിറുണ്ട് കേട്ടോ. ഇത് പുതിയതാണ്. പഴയത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ജവാന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് പഞ്ചാബ് റെജിമെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആളുടെ ഓഫീസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെയുള്ള ബെഡ്റൂം കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യൂണിഫോം, അദ്ദേഹം ധരിച്ചിരുന്ന ഷൂ കാര്യങ്ങൾ, അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ആള് ഇവിടുന്ന് മരണപ്പെട്ടതാണ്. ആൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് മരണപ്പെട്ടതാണ്.
ഒരു ലേക്കിൻ്റെ സൈഡിൽ നിന്നാണ് ആളുടെ ഡെഡ് ബോഡിയൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ആളിപ്പോഴും ഇവിടെ ആളുടെ എന്താ പറയുക ആത്മാവ് ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാണ് ആർമിക്കാരൊക്കെ പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ നേരിട്ട് എന്താ പറയുക കുറച്ച് നേരത്തെ തന്നെ ആൾ അറിയിക്കും എങ്ങനെയെങ്കിലും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇവിടെ ഒരാൾ ഇപ്പോഴും ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ ഇന്ത്യൻ ആർമി ആൾക്ക് ശമ്പള കാര്യങ്ങളൊക്കെ മാസം മാസം അയച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. കുറച്ച് നാൾ മുന്നേ റിട്ടയർമെൻറ്റ് ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ അതില്ല. അതുപോലെ യൂണിഫോം കാര്യങ്ങളൊക്കെ ആളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ട്. എന്താ പറയുക, ഈ നാട്ടിലെ ആൾക്കാർ വേറെ ഒരു ദൈവത്തിനെ കാട്ടിയും കുറച്ച് കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ് ബാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വലിയ കാര്യമാണ്. അപ്പോൾ ഒരു ദൈവമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. ടെമ്പിളിൻ്റെ പുറകിലായിട്ടൊരു വാൾ ഓഫ് ബ്ലെസ്സിങ്സ് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. അവിടെ ഈ പല ആർമിയിലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഓരോരാളും ബാർബയ്ക്ക് വേണ്ടി ഇങ്ങനെ അർപ്പിച്ച ഓരോ മെമ്മോറിയൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ സെറ്റപ്പാണ്. നമ്മുടെ വാർ മെമ്മോറിയലൊക്കെ പോലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ മന്ദിറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ മുന്നോട്ട് നീങ്ങട്ടോ. ഇനി പോകുന്ന വഴിയിൽ പുതിയൊരു പഴയ മന്ദിറുണ്ട്, ഫസ്റ്റത്തെ മന്ദിർ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ സുലൂക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ഇത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. വലിയ വലിയ വീടുകൾ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കുടിലുകളും. അതേപോലെ ഫുള്ള് മഞ്ഞൊക്കെ നിറഞ്ഞ എന്ത് രസമാണ് നോക്കിയാൽ കാണാൻ. ഫുള്ള് വാലീസാണ് പോകുന്ന വഴിയിലൊക്കെ. ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് പുരാന ബാബ മന്ദിർ കേട്ടോ. 2 മന്ദിറുണ്ട് ബാബ മന്ദിർ. ഇത് പഴയതാണ്, പുതിയയിലാണ് നമ്മൾ ഇതിന് മുന്നേ കണ്ടത്. പിന്നെ മുന്നേ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോവേണ്ട കേട്ടോ, അവിടെയാണുള്ളത്. ആടൊരു വെള്ളമുള്ള ശരി കുണ്ടുണ്ട്. ആ കുണ്ടിൽ ഞാൻ കോയിൻ ഇടുക. ആ കോയിൻ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റണം. അതേ കോയിൻ ബിലീഫ് ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ അപ്പുറത്തെ ടെമ്പിൾ കണ്ട അതേപോലെ ഇവിടെയും വാൾ ഓഫ് ബ്ലെസ്സിങ്സ് പറഞ്ഞിട്ട് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഓരോരാളും ഓരോ പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്പോട്ട് അറിയപ്പെടുന്നത് ബാബ കുണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു വെള്ളം ഉള്ളൊരു ചെറിയൊരു കുഴി കാണാം. അപ്പോൾ അതിനകത്ത് കോയിൻ ഇട്ട് കഴിഞ്ഞിട്ട് ആ കോയിൻ തന്നെ തിരിച്ചെടുക്കാൻ പറ്റിയ നമുക്ക് ഭാഗ്യമാണ് എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. അവിടെ ചെറിയൊരു ബോർഡ് ഉണ്ട് താഴെ. അപ്പോൾ അത് വായിച്ചപ്പോൾ കിട്ടിയ ഇൻഫർമേഷനാണ് ഈ ഒരു കുഴിയിൽ കേട്ടോ. അങ്ങനെ ടെമ്പിൾ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി പോകാം കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരാനുണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്ക് ഈ ടെമ്പിളിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബോർഡിൽ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ബാബയുടെ മൃതദേഹം കിട്ടിയത്. അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഡെഡ് ബോഡി കിട്ടിയത്. പിന്നെ അത് തന്നെ പിന്നെ ആൾക്കാർ 2-3 ദിവസം സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായില്ല മരണം നടന്ന സമയത്ത്.
അപ്പോൾ പിന്നെ ഒരു ഡ്രീമിൽ പിന്നെ വേറൊരു ജവാൻ്റെ ഡ്രീമിൽ വന്ന് ഇന്ന സ്ഥലത്ത് തപ്പാൻ ഇങ്ങനെ പറയുകയും അവിടെ പോയി തപ്പിയപ്പം ഡെഡ് ബോഡി കിട്ടിയെന്നൊക്കെയാണ് ബിലീവ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ വിടുക കേട്ടോ. നമുക്ക് അടുത്ത് പോകാനുള്ളതെന്ന് വെച്ചാൽ നേരെ പോകാനുള്ളത് നമ്മുടെ സുലൂക്കിലേക്കാണ്. സുലൂക്ക് എന്ന് പറഞ്ഞത് ഭയങ്കര ഹെയർ പിന്നുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്ന കേട്ടോ. എന്തായാലും സെറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലേക്ക് കേട്ടോ. ഈ ലേക്കിൻ്റെ അടുത്ത് നമുക്കൊരു ചെറിയൊരു ടെമ്പിൾ പോലെ ചെറിയൊരു സെറ്റപ്പ് കാണാൻ പറ്റും. ഇതാ ആ കാണുന്ന സംഭവം. ഇവിടെ നിന്നാണ് ഡെഡ് ബോഡി കിട്ടിയത് കേട്ടോ. നമ്മൾ ഒരു 4 ദിവസത്തെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് തീർന്നു കേട്ടോ. കാരണം വേറെ സ്ഥലമൊന്നുമില്ല നമുക്ക് സ്റ്റേ അടിക്കാൻ. വേറെ ഗ്രാമങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ആർമീൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അടിക്കാന്നില്ല. പിന്നെ ഇവിടെ മന്ദിറിലൊക്കെ വേണമെങ്കിൽ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, നെറ്റ്വർക്ക് കാര്യമൊന്നുമില്ല, നല്ല കൊടും തണുപ്പാണ്. അപ്പോൾ സുലൂക്കിൽ നല്ല മൈനസ് ഡ്രോപ്പ് വന്നാണോ. അപ്പോൾ പിന്നെ സുലൂക്കിൽ നാളെ നമ്മളെ ഹെയർ പിന്നും കൂടെ കണ്ടിട്ട് നമുക്ക് പയ്യെ പോവാം. സമയം ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും ആസാം സൈഡിലേക്ക് മാക്സിമം സിലിഗുരി പോകണം. അപ്പോൾ നാളെ സിലിഗുരി എത്താൻ പറ്റുമെങ്കിൽ സിലിഗുരി പോയിട്ട് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെക്കാത്ലോണിലൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ നാളെ തീർക്കാൻ ഞായറാഴ്ച അല്ലേ. അപ്പോൾ അതൊക്കെയാണ് പ്ലാന്. എന്തായാലും മുന്നോട്ട് നീങ്ങാം, ബാക്കി ശേഷം സ്ക്രീനിൽ. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് വടവറയാണ്. ഇത് ജസ്റ്റ് നമ്മുടെ ബാബയുടെ പിന്നെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലം കേട്ടോ. ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ നിന്നാണ് ഡെഡ് ബോഡി കിട്ടിയത്. അപ്പോൾ ഇതിപ്പോഴാണെന്ന് സ്കൈയൊക്കെ ക്ലിയറായി വരുന്നത് കേട്ടോ. വ്യൂ ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഫുൾ പുൽമേടുകളാണ്, ഫുൾ മെഡോസ് ഒന്നും പറയാനില്ല. പിന്നെ ടെമ്പിൾ ഉള്ളത് ഇതാ, ബാബ ടെമ്പിൾ ഉള്ളത് ഇവിടെയാണ്. ആ കാണുന്ന റെഡിൽ കാണുന്നതാണ് ബാബ ടെമ്പിൾ കേട്ടോ. ഇതാണ് പഴയ ടെമ്പിൾ, ഇതാണ് ശരിക്കും ടെമ്പിൾ. പുതിയൊരു ടെമ്പിൾ അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 8-9 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പം പാക്കേജൊക്കെ എടുത്ത് വരുന്നവരൊക്കെ അത് കാണിച്ചിട്ട് നൈസായിട്ട് പോവുകയാണ് പതിവ്. അപ്പോൾ വരുന്നവർ ഇവിടെ വന്ന് കാണും കേട്ടോ. നൈസ് ലൊക്കേഷനാണ്. ഇവിടുത്തെ ആർമിക്കാരോടെല്ലാം കുറേ ആൾ ചോദിച്ചോട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ പിന്നെ എന്താ പറയുക, ബാബ ഇപ്പോൾ രാത്രി ഡ്യൂട്ടിയിൽ ഉറങ്ങിപ്പോവുക കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ ഉറക്കത്തിൽ ബാബ വന്ന് അവരെ സ്വപ്നത്തിൽ വരും. പിന്നെ ഉറങ്ങിപ്പോയാൽ തന്നെ തട്ടി വിളിക്കുന്നതായിട്ട് അവർ എണീക്കും. പിന്നെ അതുപോലെ ആളുടെ ബെഡ്റൂം കാര്യങ്ങൾ, ഓഫീസ് റൂമുണ്ട്, ബെഡ്റൂമിൽ കാര്യങ്ങൾ, പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് പിന്നെ ചുളുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. അവർ രാവിലെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കും, ഫുഡ് കൊടുക്കും. പിന്നെ അങ്ങനെ എല്ലാ പരിപാടി ഉണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും ഒരു സോൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഈ ആർമിക്കാരോട് ചോദിക്കുമ്പോൾ അവർക്ക് അനുഭവം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ ആളുടെ ഷൂ കാര്യങ്ങളൊക്കെ ആളുടെ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷൂവിലൊക്കെ രാവിലെ ആകുമ്പോഴത്തേന് ചിലപ്പോഴൊക്കെ ചില ദിവസങ്ങളിൽ മണ്ണ് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ രാത്രി അതിട്ടിട്ട് ആൾ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശ്വാസമാണ്. പിന്നെ ഓരോ സ്ഥലത്ത് വിശ്വാസമാണല്ലോ. എന്തായാലും സംഭവം കേട്ടിട്ട് ഇവരൊക്കെ ആർമിക്കാർ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവർ നോൺ വെജ് കാര്യങ്ങളൊന്നും കഴിക്കില്ല, വെജിറ്റേറിയൻസ് ആണ്. ഇപ്പോൾ നോൺ വെജ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല തല്ല് കിട്ടുന്നതാണ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു കഫേ ഉണ്ട് അവർ നടത്തുന്നത്, അപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മളിവിടുന്ന് ബാബാ മന്ദിറിന് പിന്നെ അവിടെ കഫേയിലുണ്ടായ ഒരു ആർമിക്കാരുണ്ട് കേട്ടോ. ഇവർ നടത്തുന്നൊരു കഫേ ഉണ്ട്. അപ്പോൾ ആള് പരിചയപ്പെട്ട് നമ്മളിവിടുന്ന് ജസ്റ്റ് ഒരു മാഗി ഒക്കെ കഴിച്ചു. അത് തന്നെ കിട്ടില്ല ടേസ്റ്റ് ഒന്നും പറയണ്ട. നമ്മളുണ്ടാക്കുന്ന കൂടെ ടേസ്റ്റ് ഒന്നല്ല, കിട്ടില്ല സാധനം. സീക്രട്ട് റെസിപ്പി ഉണ്ടെന്നാ പറഞ്ഞത്. മസാല നല്ല രസമുണ്ടായിരുന്നു മസാല. പിന്നെ ചെന ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം ആള് 2 കോഫിയൊക്കെ ആക്കി തന്നു. നല്ല മനുഷ്യരട്ടോ. എൻ്റെ അമ്മേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ആർമിയിൽ എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്യണമെന്ന്. പക്ഷേ എനിക്കറിയില്ല, നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. ഈ തടിയും വെച്ചിട്ട് ആർമിയിലെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ പറയുന്നില്ല. പണ്ട് കുറെ നോക്കിയതാണ്, വലിയ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ പോയാനെ. പക്ഷെ അന്ന് പോയെങ്കിൽ എൻ്റെ ഈ ജീവിതം ഇപ്പം ഞാൻ നടക്കൂല. അത് സത്യമാണ്. ഇത് വേറെ ലൈഫ്, അത് വേറെ ലൈഫ്. പക്ഷെ നോക്കട്ടെ, നമുക്ക് എപ്പെങ്കിലും എങ്ങനെയെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം കേട്ടോ. അതൊരു ജീവിതം, അതൊരു വേറെ ജീവിതമാണ്. ഈ ഒരു ജീവിതമല്ല. എന്തായാലും നോക്കാം. ഇവിടെയൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചൈന ബോർഡറാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല.
ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉന്തെന്നല്ലൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞത്. എന്തായാലും നമ്മൾ സുലൂക്കിലേക്ക് പോവാണ്. സുലൂക്ക് നമ്മളെ ഹെയർ പിന്ന്, ഒരുപാട് ഹെയർ പിൻ ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര 56 ഹെയർ പിൻ എത്രയുണ്ട്. അപ്പോൾ അത് ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്, നേരെ ഇനി സുലൂക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. സുലൂക്കിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിൽ സുലൂക്കിലെ ഹെയർ പിൻസിൻ്റെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.